വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നേക്ക് 2 വർഷമായി നമ്മുടെ വാട്ടർ മെട്രോ ഇവിടെ കൊച്ചിയിൽ ഓടിത്തുടങ്ങിയിട്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് നമ്മുടെ കൊച്ചിയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2023 ഏപ്രിൽ 25-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ അത് ഏപ്രിൽ 2025 ഏപ്രിൽ അവസാനമായിരിക്കുകയാണ്. ഏകദേശം 2 വർഷം കറക്റ്റായിട്ടുണ്ട്. ഇപ്പോഴാണ് ഒന്ന് ഇതിനകത്ത് കയറാൻ പറ്റിയത്. സ്റ്റേഷൻ്റെ പേരെന്ന് പറയുന്നത് ചേരാനെല്ലൂരാണ്. ചേരാനെല്ലൂരിൽ നിന്ന് നമ്മൾ നേരെ സൗത്ത് ചിറ്റൂരിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചേരാനെല്ലൂർ ടു സൗത്ത് ചിറ്റൂരിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ചേരാനെല്ലൂർ ഇവിടെ നേരെ കയറി നമ്മളിവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കൊച്ചി മെട്രോ റെയിലിനകത്ത് എങ്ങനെയാണോ അതേപോലെയുള്ള ഒരു ടെർമിനലിൽ തന്നെയാണ് ഇവിടെയും എല്ലാ കാര്യങ്ങളൊക്കെ അതിനൊരു അടുക്കവും ഒതുക്കവും അതുപോലെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് 30 രൂപയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ നടന്നു പോകണം. ഇപ്പം നടന്നു പോകുന്ന കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഒരു നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നു. അതേപോലെ നല്ല ഒരു വഴിയും കാര്യങ്ങളാണ് അങ്ങോട്ട് നമ്മൾ വാട്ടർ മെട്രോയിലോട്ട് കയറാൻ പോകുന്ന ആ ഒരു ഇതൊക്കെ. അപ്പോൾ ഇവിടെ എന്തായാലും ഇതിനു മുമ്പേ നമ്മൾ യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശിക്കാര ബോട്ട് അതുപോലെ സാധാ ബോട്ട് കാര്യങ്ങളിലൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു വാട്ടർ മെട്രോയിലേക്ക് നമ്മൾ ഇവിടെ കയറാൻ വേണ്ടി പോകുന്നത്. വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് ലോങ് സൈക്കിൾ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഓട്ടോമാറ്റിക് ഡോർ തുറന്നു നമ്മൾ അകത്തോട്ട് കയറുകയാണ്. അങ്ങനെ നമ്മുടെ വാട്ടർ മെട്രോയുടെ അകത്തേക്ക് നമ്മൾ ചെന്ന് നല്ല ഭംഗി, എന്താ പറയേണ്ടത്, അടിപൊളി. ആ സീറ്റിൻ്റെ കളറും കാര്യങ്ങളും അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ പറയുക, നമ്മളൊരു ഫ്ലൈറ്റിനകത്തോട്ട് കയറുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. എന്തായാലും നമ്മുടെ വാട്ടർ മെട്രോ ഇവിടുന്ന് ചേരാനെല്ലൂരിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനിയും നമുക്ക് വാട്ടർ മെട്രോയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇരുന്ന് ഫുള്ളായി കഴിഞ്ഞാൽ നിന്ന് പോകുന്നവർക്ക് പിടിച്ച് നിൽക്കാനും എടുക്കാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. അല്ലാതെ നമ്മളൊരു ബോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ചെറിയ വിൻഡോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ മുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മളൊരു എന്താ പറയണ്ടേ വലിയൊരു ടി വിയിലൂടെ നമ്മൾ കാണുന്ന കൂട്ട് തന്നെ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാമെന്നുള്ള ഇതിൻ്റെ വേറൊരു പ്രത്യേകത. എന്തായാലും നമ്മുടെ യാത്ര ഇവിടുന്ന് നേരെ സൗത്ത് ചിറ്റൂരിലേക്ക് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പാലം പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നത്. നമ്മളിപ്പം കാണുന്ന പള്ളി എന്ന് പറയുന്നത് വരാപ്പുഴ പള്ളിയാണ്. വരാപ്പുഴ പള്ളിയിൽ ഞങ്ങൾ ഈ ബോട്ട് സർവീസ് വരുന്നതിന് മുമ്പേ വരാപ്പുഴ പള്ളിയിൽ പോയിരുന്നു. വരാപ്പുഴ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ അങ്ങനെ പോയി വരാപ്പുഴ പള്ളിയൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ തിരിച്ചിവിടെ വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി ചീനവലകൾ, ഈ ഏരിയ മൊത്തം ചീനവലയാണ്. ചീനവല പൊക്കി നിർത്തിയിരിക്കുന്നുണ്ട്, വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതും എല്ലാം കാണാം. അപ്പോൾ ഒത്തിരി ഇങ്ങനെ നോക്കി ആരെങ്കിലും ഇത് വലിച്ച് പൊക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണാമല്ലോ എന്ന് ഓർത്തു. പക്ഷേ അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയില്ല. എല്ലാം ഇങ്ങനെ ഒന്നിക്ക് ഇത് പൊക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതൊക്കെയാണ് കാണാൻ പറ്റിയത്. എന്നാലും ചീനവലയുടെ ഇങ്ങനെ ഒരു കിടക്കുന്ന കാഴ്ച അടുപ്പിച്ചടുപ്പിച്ച് ചീനവലയാണ് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അത് നല്ലൊരു കാഴ്ചയായിരുന്നു. കൊച്ചിയിലെ തിരക്കുകൾ കൊണ്ട് മെട്രോ വന്നു, അതിന് ഇപ്പോൾ വാട്ടർ മെട്രോ വന്നു. അങ്ങനെ ഒത്തിരി ഇത് നമ്മുടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തടസ്സമില്ലാത്ത ഒരു ഗതാഗതം, അതാണ് കൊച്ചി മെട്രോ കൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത്, വാട്ടർ മെട്രോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ച ജലഗതാഗത മാർഗ്ഗമാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസാണിത്. നഗരത്തെയും സമീപ നദീപ്രദേശങ്ങളെയും ചേർത്തിണക്കി ഈ പദ്ധതി പൂർത്തിയാക്കുമ്പോൾ ലോകത്തിലെ തന്നെ വലിയ സംയോജിത ഗതാഗത സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കും കൊച്ചി വാട്ടർ മെട്രോ. ചേരാനെല്ലൂർ കടമക്കുടി ദ്വീപ് സമൂഹങ്ങളുടെ നഗരകവാടമായ ചിറ്റൂർ സൗത്ത് ചിറ്റൂരിലേക്കാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സുന്ദരമായ കാഴ്ചകളും സുരക്ഷിതമായിട്ടുള്ള യാത്രയും കൊച്ചി വാട്ടർ മെട്രോ ഉറപ്പ് നൽകുന്നുണ്ട്.
ബോട്ടിലെ ശീതീകരിച്ച റൂമിലിരുന്ന് പഴയകാല കടവുകളും കാഴ്ചകളും കണ്ട് ഓർമ്മ പുതുക്കാനും നവാഗതർക്ക് പെരിയാറിൻ്റെ തീരസൗന്ദര്യം ആസ്വദിക്കാനും വാട്ടർ മെട്രോ പുതിയൊരു വഴിയൊരുക്കിയിരിക്കുകയാണ്. നമ്മുടെ വാട്ടർ മെട്രോയുടെ യാത്രയുടെ സമയക്രമവും ടിക്കറ്റ് നിരക്കും കാര്യങ്ങളൊക്കെ കൊച്ചി വാട്ടർ മെട്രോയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ സൗത്ത് ചിറ്റൂരിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വാട്ടർ മെട്രോ സൗത്ത് ചിറ്റൂരിൻ്റെ ഇതിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ്. കാരണം ഇവിടെ നമുക്കൊരു അരമണിക്കൂറോളം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് പോകേണ്ടവർക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് തിരിച്ച് ഈ വണ്ടിക്ക് തന്നെ വാട്ടർ മെട്രോയ്ക്ക് തന്നെ തിരിച്ച് പോകാവുന്നതാണ്. അല്ല ഇവിടെ നിന്ന് വേറെ പോകാനുള്ളവർക്കാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ പുറത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവിടുന്ന് നമുക്ക് വേറെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീണ്ടും നമ്മൾ കയറിയെടുത്തോട്ട് തന്നെ, അതായത് ചേരാനെല്ലൂരിലേക്ക് തന്നെ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി വെയിറ്റ് ചെയ്യുകയാണ്. ഈ ടെർമിനലിൻ്റെയൊക്കെ ഉൾവശം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്, കളർഫുള്ളാണ്. ബോട്ടിൻ്റെ സമയവും മറ്റ് നിർദ്ദേശങ്ങൾ, അതുപോലെ റൂട്ടുകൾ, ടൂറിസ്റ്റ് മാപ്പുകൾ, ടിക്കറ്റ് താരീഫ് എല്ലാം ഒരു യാത്രക്കാരന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എങ്ങോട്ട് വേണം യാത്ര ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പം പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങൾ നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം വായിച്ച് അതുപോലെ തന്നെ ഈ വാട്ടർ മെട്രോയിൽ നമുക്ക് ആഴ്ചയിലോ അതുപോലെ മന്ത്ലിയൊക്കെ ആയിട്ട് ഈ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിലും ഒക്കെ അത് എടുത്തു വെച്ച് ഒക്കെ യാത്ര ചെയ്യാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നേരെ നമ്മൾ ഒരു കുറച്ച് നേരം കിട്ടിയ ആ സമയത്തിന് നമ്മൾ വള്ളക്കടവ് എന്ന് പറയുന്ന ചായക്കടയിലേക്ക് നമ്മൾ വന്ന് കയറിയിട്ടുണ്ട്. ഒരു ചായയൊക്കെ കുടിച്ച് ചെറിയ പഴംപൊരിയോ അല്ലെങ്കിൽ വടയോ ഒക്കെ കഴിച്ചിട്ട് പതുക്കെ കയറി പോകാൻ വേണ്ടിയാണ് തിരിച്ച് നമ്മളിപ്പോൾ വന്ന വാട്ടർ മെട്രോ തന്നെ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ വള്ളക്കടവ് നിന്ന് നമ്മൾ ചായയൊക്കെ മേടിച്ച് അതിനുള്ള പഴംപൊരിയും സുഖിയനും മസാല ബോണ്ടയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിച്ചിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ യാത്ര തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. സൗത്ത് ചിറ്റൂരിൽ നിന്നും നമ്മൾ വീണ്ടും ചേരാനെല്ലൂരിലേക്ക് തിരിച്ച് പോവുകയാണ്. അതിന് നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ തിരിച്ച് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടും യാത്ര ഇവിടുന്ന് തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വാട്ടർ മെട്രോ അവിടെ കിടപ്പുണ്ട്, നമ്മൾ നേരെ പോയി കയറുവാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴി കൊണ്ട് അങ്ങോട്ടും പോകുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ഏലൂർ അവിടെ കയറിയിട്ടില്ലായിരുന്നു. പക്ഷേ തിരിച്ചു പോകുമ്പം അവിടെ ഏലൂരൊക്കെ കയറിയിട്ട് അവിടെ കയറിയിട്ടാണ് അങ്ങോട്ട് ചേരാനെല്ലൂരിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തോ ആയാലും നമ്മുടെ ഈ വാട്ടർ മെട്രോ 38 ടെർമിനലുകളും 78 ബോട്ടുകൾ, 15 റൂട്ടുകൾ, 10ഓളം ദ്വീപുകളെ ബന്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരു ബോട്ടിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ ഏകദേശം 7 കോടി രൂപയാണ്. അത് നിർമ്മിച്ചതാണെങ്കിലോ നമ്മുടെ സ്വന്തം ഷിപ്പ് യാർഡിലാണ്. അതുപോലെ ഇവിടുത്തെ നമ്മുടെ ടിക്കറ്റിൻ്റെ അവിടെ ഇരിക്കുന്നവർ, അവിടുത്തെ ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് അതുപോലെ കുടുംബശ്രീയും പ്രവർത്തകരും കൂടെ കൈകോർത്തിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്തോ ആയാലും നല്ല കാഴ്ചകളും കാര്യങ്ങളുമാണ് നമുക്ക് വാട്ടർ മെട്രോയിലൂടെ കൂടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്കവിടെ നിഹാര റിസോർട്ട് കാണാം. അവിടെ എന്തോ കല്യാണ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ആൾക്കാരൊക്കെ ഒത്തിരി അവിടെ പുറത്തുണ്ട്. നമുക്കതിൻ്റെ ഒരു വൈഡ് ഷോട്ടിലൂടെ കാഴ്ചയൊക്കെ കണ്ട് നീങ്ങുകയാണ്. ചീനവലയിലേക്കാണ് വീണ്ടും വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോയ വഴി തന്നെയാണ്. അപ്പോൾ നമുക്ക് പക്ഷേ ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇരുന്നുകൊണ്ട് അപ്പുറത്തെ കാഴ്ചകളാണ് കണ്ടത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലിരുന്നു. അതുകൊണ്ട് ഇപ്പുറത്തെ കാഴ്ചയും കൂടെ ഇപ്പോൾ നമ്മൾ പകർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചീനവലയൊക്കെയാണ് അടിപൊളിയായിട്ട് ചീനവല നിൽക്കുന്നത്. നല്ലൊരു കാഴ്ചയാണ്. ചീനവലയുടെ അവിടുത്തെ തന്നെ നമുക്ക് കണ്ട ഹൗസ് ബോട്ട് കാര്യങ്ങൾ, ശിക്കാര വള്ളം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇത് തന്നെയാണ്, ചീനവലയുടെ പരിപാടി തന്നെയാണ് ഈ ഒരു സൈഡ് മൊത്തം. അപ്പോൾ എന്തായാലും അത് നല്ലൊരു കാഴ്ചയാണ്. നമുക്ക് ഇത്രയും നമുക്ക് എനിക്ക് തോന്നുന്നു ഈ സാധാ വള്ളത്തിലും അതല്ല ബോട്ടിലൊക്കെ ശിക്കാര വള്ളത്തിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ അതിലങ്ങോട്ടും കൂടുതൽ നല്ല രീതിയിൽ നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ ഇത്രയും വ്യക്തമായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ വാട്ടർ മെട്രോയിലൂടെ യാത്രയിലൂടെയാണ് സാധിച്ചതെന്ന് വേണം പറയാൻ. കാരണം നമുക്ക് മറ്റ് കാറ്റും മറ്റ് സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഭയങ്കര ശാന്തമായിട്ടിരുന്ന് പുറത്തുള്ള ഭംഗികളെല്ലാം ആസ്വദിക്കാൻ പറ്റിയ ഒരു യാത്ര തന്നെയാണ് നമ്മുടെ വാട്ടർ മെട്രോയിലൂടെ നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്. ഈ ഒരു ചെറിയ
ഒരു കാശിന് നമുക്ക് ഇത്രയും നല്ല രീതിയിലുള്ള ഒരു യാത്ര ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഹൈക്കോർട്ടിൽ നിന്ന് അതുപോലെ കാക്കനാട്ടിലേക്കും കാക്കനാടിൽ നിന്ന് ഇങ്ങനെ ഹൈക്കോർട്ടിലേക്ക് പോകാനും എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വാട്ടർ മെട്രോ ഉണ്ട്. നമ്മളെ പക്ഷേ ആദ്യമായിട്ട് നമ്മൾ കയറിയത് ഇവിടുന്ന് ചേരാനെല്ലൂരിൽ നിന്നാണ് കയറിയത് നമ്മുടെ സൗത്ത് ചിറ്റൂരിലേക്ക്. എന്തോ ആൾക്കാരൊക്കെ ഉണ്ട് ചൂണ്ടയിടാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ സൈഡിൽ ഇരിപ്പുണ്ട് കണ്ട് ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ട് പിള്ളേരൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് സൈഡിൽ. അപ്പോൾ അതൊക്കെ നല്ല ഒരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാലം നമ്മളിവിടെ പണിതുകൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒരു ചെറുക്കൻ അവിടെ ഒരു കൊച്ചു പയ്യൻ അവിടെ ഒന്നല്ല 2-3 പേരുണ്ട് അവരവിടെ പിന്നെ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ചേരാനല്ലൂരല്ല നമ്മൾ കയറുന്നത്, അതിന് തൊട്ട് മുമ്പുള്ള ഏലൂർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെയോട്ടാണ് നമ്മൾ കയറുന്നത്. അവിടെ കയറിയിട്ടാണ് നമ്മൾ ചേരാനെല്ലൂരിലേക്ക് നമ്മൾ കയറിയിടത്തേക്ക് നമ്മൾ ഈ വാട്ടർ മെട്രോ ചെല്ലുന്നത്. അപ്പോൾ എന്തായാലും നല്ല മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഏലൂർ എത്തിയിരിക്കുകയാണ്. ഏലൂർ എത്തി ഇവിടെ നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഏലൂർ എത്തി ഇവിടെ ഇറങ്ങാനുള്ള ആൾക്കാരെയൊക്കെ ഇറക്കി അവിടുന്ന് ഉള്ള ആൾക്കാരെയും കയറ്റിക്കൊണ്ട് നേരെ ഇവിടുന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ചേരാനെല്ലൂരിലേക്ക് യാത്ര പോകുന്നതാണ്. അപ്പോൾ എന്തായാലും വാട്ടർ മെട്രോ 2 വർഷമായിട്ട് ഇത് കയറാതെ ഇരുന്നതിൽ വലിയൊരു നഷ്ടമായിട്ട് തന്നെ കാണുന്നു. കാരണം ഇത്ര അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളും കാര്യങ്ങളും യാത്രയും നമ്മൾ നഷ്ടപ്പെടുത്തിയതിൽ ഇപ്പം ഭയങ്കര വിഷമം തോന്നുന്നു യാത്ര കഴിഞ്ഞപ്പം. എന്തായാലും ഇത് ആൾക്കാർ കയറാത്തവരൊക്കെ വന്ന് നമ്മുടെ കൊച്ചിയിലുള്ള ഈ വാട്ടർ മെട്രോയിൽ സഞ്ചരിക്കണം. അപ്പോൾ അത് നമ്മുടെ ഈ ചേരാനെല്ലൂരിൽ മാത്രമല്ല ഹൈക്കോർട്ടിൽ നിന്നും അതുപോലെ നമുക്ക് കാക്കനാട്ടിൽ നിന്നും എല്ലായിടത്തുനിന്നും ഇത് നമുക്ക് ഇതുപോലെ വാട്ടർ മെട്രോയിൽ സഞ്ചരിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കയറിയെടുത്ത് തന്നെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്.